അപ്പം ഞങ്ങളുടെ നാട് ഒരുങ്ങി കേട്ടോ. എന്തിനാണെന്നറിയാവോ? നമ്മുടെ ഉപ്പുതറ പള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ. ഭയങ്കര ലൈറ്റിനോടൊക്കെ ഉള്ള ഡെക്കറേഷനൊക്കെയാണ് കേട്ടോ. സൂപ്പർ. ഇത് എനിക്കിപ്പോൾ ചേട്ടായി അയച്ചു തന്നാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളിലോട്ടും കൂടി എത്തിക്കാമെന്ന് കേട്ടോ. ഇതിനൊക്കെ ഒരു വെറൈറ്റി കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇത് എന്നാണെന്നറിയാവോ? ഇത് നമ്മുടെ ഉപ്പുതറ പള്ളിയിലെ പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള കഴുന്നുമുടിയാണ്. അപ്പം നമ്മുടെ പ്രീതിയുടെ വീട്ടിലാട്ടോ, എൻ്റെ സംഘത്തിലുള്ള പ്രീതിയുടെ വീട്ടിലാണ് കൊണ്ട് വെച്ചേക്കുന്നത്. ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് ഒരു ഭയങ്കര പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുരിശുപള്ളിക്ക് തുടങ്ങി ഇങ്ങനെ കഴുന്ന് ആനയിച്ച് മാതാവിൻ്റെ എടുത്തിട്ട് കൊണ്ടുപോകുക. സാധാരണ നമ്മുടെ കുരിശും തൊട്ടി തന്നെ കഴുന്നെടുത്ത് വെക്കാറാണുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു ഇത് കൂടെ ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ വണ്ടി പ്രീതിയുടെ അടുത്ത് വെക്കാൻ വന്നാൽ അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ കയറി കണ്ടോ മുത്തുക്കുടയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്നലെ പ്രാർത്ഥന ഇവിടെ വെച്ചിട്ട് ഇവിടെ എല്ലാവരും വെച്ചേക്കും കേട്ടോ, കുറച്ച് പേര്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. നിങ്ങൾക്കൊക്കെ അന്യ സ്ഥലത്തും പുറത്തുള്ളവർക്കും ഒക്കെ വന്ന് കഴിഞ്ഞ് മുടിയെടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾ തൊട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും കേട്ടോ, ഉറപ്പ്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാൻ ഇന്ന് പകലൊക്കെ ഇച്ചിരി തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പകലൊന്നും ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുളിയും നനയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് പിന്നെ പുറത്തൊക്കെ പോയി ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയി. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ കഴിഞ്ഞ് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കയറി വന്നിട്ട് ഓർത്തു അപ്പോൾ ഇൻട്രോ എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കൂടെ കൂടിയിട്ട് ഒരു കുറേ സമയമാണ് കേട്ടോ. എനിക്ക് വേറെ ആരോടാ ഞാൻ, നിങ്ങളോടല്ലാണ്ട് ആരോടാ ഞാൻ സോറാ പറയാനുള്ളത്? നിങ്ങളോടല്ലേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാം കൂടെ ഇന്ന് വട്ടമേശ സമ്മേളനം മുളക്ക് ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ പറയുന്നത്, ഇച്ചിരി തള്ളും ഇച്ചിരി ഉന്തും ഒക്കെ കൂടെ ചെയ്യാം. എന്താ അത് കഴിഞ്ഞ ദിവസം നമ്മുടെ വേളാങ്കണ്ണി രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ 1-2 കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്നാന്നറിയോ? അവിടെ ചെന്നപ്പോഴേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കണ്ടത് നമ്മുടെ റീമേനെയാണ്. റീമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പറയണ്ടേ, നമ്മുടെ ആദ്യം മുതലുള്ള വീഡിയോസ് കണ്ട് നമ്മളെ അതേപോലൊക്കെ സ്നേഹിച്ച് നമ്മളെ എന്നാ പറയുന്നത് ഒത്തിരി നമുക്ക് നന്മകളും പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മാതാവിൻ്റെ വിശ്വാസം കൂടാനായിട്ട് ഒരു പരിധി വരെ അവരൊക്കെ സഹായമായിട്ടുള്ള വ്യക്തികളാണ് കേട്ടോ. സിന്ധുമ്മ എന്ത് കണ്ടാലും പ്രതികരിക്കരുത്, സിന്ധുമ്മ പ്രാർത്ഥിക്കണേ, സിന്ധുമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണേ, തിരിച്ചു പ്രാർത്ഥിക്കണേ. സത്യം പറഞ്ഞാൽ ആള് എല്ലാത്തിനും നേഴ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഒരു ഇത് ഉള്ള ഒരാളാണ്. എല്ലാത്തിനെ കുറിച്ചും അത്യാവശ്യം നല്ല ഗ്രാഹ്യമുണ്ട്, അറിവുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നതിൻ്റെയാണ്. ഫോൺ വിളിക്കുകയോ മെസ്സേജ് ഇടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പോഴൊക്കെ എന്നോട് പറയുന്ന കാര്യമുണ്ട്, നമ്മൾ തളരരുത് സിന്ധുമേ. തളരാൻ നോക്കിയാൽ ഒത്തിരി പേര് തളർത്താൻ കാണും. നമ്മൾ എനർജി ആയിട്ട് ദൈവത്തിന് മുമ്പിൽ സിന്ധുമ വേറെ ആരുടെ മുമ്പിൽ കരയരുതേ, ദൈവത്തെ അത് കരയരുതേ. ഞങ്ങൾക്ക് ചിരിച്ചോണ്ടുള്ള വീഡിയോ ആണ് ഇഷ്ടം. സിന്ധുമ എപ്പോഴും ഹാപ്പി ആയിട്ട് നല്ല ബ്ലെസ്ഡ് ആയിട്ട് വരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒത്തിരി എനർജി തന്നിട്ടുള്ള ഒരു മോളാണ്. മാതാവിനെ കുറിച്ചാണ് ഞങ്ങൾ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ഇങ്ങോട്ടാണെങ്കിലും ഞാൻ അങ്ങോട്ടാണെങ്കിലും. ആ മോളുടെ കൊച്ചു ഇങ്ങനെ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എന്നോട് പറയും, സിന്ധുമയെ പ്രാർത്ഥിക്കണേ, സിന്ധുമയുടെ മാതാവിൻ്റെ അടുത്ത് പോയി തിരികെ എത്തിക്കണേ. ഇപ്പം എന്താ മാതാവാണ് എന്താക്കി തീർന്നേക്കാട്ടോ കേട്ടോ, പരപ്പേല മാതാവ്. അപ്പോൾ അങ്ങനെ പറയായിരുന്നു. നമ്മൾക്കറിയാം സിന്ധുമയ്ക്ക് വേണ്ടി ഞാൻ ഇത്ര ഇത് ചൊല്ലാവേ പ്രാർത്ഥിക്കാവേ എന്നൊക്കെ പറയുന്നു. അപ്പം എനിക്ക് അത്ഭുതം തോന്നി. മാതാവിൻ്റെ തിരുമുമ്പിൽ വെച്ച് റീമേനെ കണ്ടപ്പോൾ കേട്ടോ. അപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു, സിന്ധുമേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുഞ്ഞു മോളും ഉണ്ടായിരുന്നു. മോള് ചിന്തമേ എന്നാക്കുക എന്നൊക്കെ ചോദിച്ച് വോയിസ് ഒക്കെ ഇട്ടതൊക്കെ ഉണ്ട്, ചെവിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ആ ഫാമിലിയെ അവിടെ വെച്ച് കാണാൻ പറ്റിയപ്പോഴും കേട്ടോ. അതുകൊണ്ട് തന്നെ വേറൊരു ഫാമിലിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ജാസ്മിൻ പുനലൂര്. അവരുടെ വീഡിയോ ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ മോള് പറഞ്ഞു, സിന്ധുമേ വീഡിയോ ഒന്നും എടുക്കണ്ട. അതെന്നു ചോദിച്ചാൽ നടന്ന് എന്തോ നേർന്നിട്ടേ നടന്ന് വിയർത്ത് ഒഴുകി ആകെ പാടെ ഇതായി നിൽക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ജാസ്മിൻ പുനലൂര് 2 കുഞ്ഞു മുത്തുമണികളും ഹസ്ബൻഡും അവരുടെ ഫാമിലി എല്ലാവരും കൂടെ ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. കണ്ടതേ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളോട് ഓടി വന്ന് സ്നേഹത്തോടെ മിണ്ടണമെങ്കിൽ അവരുടെയൊക്കെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ, അതല്ലേ. അപ്പോൾ അങ്ങനെ ആ 2 ഫാമിലിയെ കണ്ടു. പിന്നെ ഞാൻ എന്നാൽ പള്ളിക്കകത്ത് മലയാളം കുർബാന തന്നുകൊണ്ടിരിക്കുക. ഒരു ഇച്ചിരി സമയം കുർബാന കൂടാ. അതുകൊണ്ട് തന്നെ ഈ മുട്ടാലെഴുന്നൊരു ചേച്ചി ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ കുർബാനയ്ക്ക് കയറായിരുന്നത്. അപ്പോൾ ചേച്ചി പെട്ടെന്ന് വല്ല തളർച്ചയോ ക്ഷീണോ എന്തെങ്കിലും വന്നാൽ നമ്മൾ നോക്കണമല്ലോ എന്ന് കരുതിക്കൊണ്ട്
അപ്പം പിന്നെ ചേച്ചിക്ക് മുട്ടൻ എറിഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരു പകുതിക്കലൊക്കെ വന്നപ്പോഴത്തേനും ചേച്ചി പറയാം എനിക്ക് ക്ഷീണം തോന്നി എണീറ്റ് പോകാനൊക്കെ തോന്നി, എന്തോ ഇങ്ങനെ വലട്ടുന്നോളൊക്കെ തോന്നിയെന്ന്. സത്യം പറയാമല്ലോ, എനിക്ക് എൻ്റെ റോസ്മോളെന്ന് പറഞ്ഞ ഒരു കുഞ്ഞുണ്ട്. അവളെ എനിക്ക് ബൈബിളിൻ്റെ ഒരു വാക്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സിന്ധുബൈ നമ്മൾ ഏറ്റവും തളരുന്ന സമയത്ത്, ഏറ്റവും വിഷമത്തിൻ്റെ സമയത്ത്, ഏറ്റവും വേദനയുടെ സമയത്ത് ഒരു കുഞ്ഞൊരു ബൈബിൾ വാക്യമാണ്. അത് സിന്ധുബൈ ചൊല്ലണേ 11 പ്രാവശ്യമോ 33 പ്രാവശ്യമോ ഒക്കെയാണ്. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. കാരണം നമുക്ക് മുമ്പിൽ എന്ത് തടസ്സമായിട്ട് വന്നാലും ദൈവം അതെല്ലാം മാറ്റിക്കളയുന്നത്. അപ്പം ഞാൻ ഈ മുട്ടൻ അഴിഞ്ഞ് നമ്മുടെ മോനി അഴിഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഞാൻ പകുതിക്കൽ എത്തിയപ്പോഴൊക്കെ നോക്കിയപ്പോൾ അവശതയായി, വലിയാൻ പറ്റുന്നില്ലാത്ത മാതിരിയൊക്കെ ആയപ്പോൾ കണ്ടപ്പോൾ ഞാൻ 33 പ്രാവശ്യം ചൊല്ലി കേട്ടോ. അപ്പം ഇത് തിരിച്ചിറങ്ങി വന്നപ്പോൾ എന്നോട് പറയാം, എൻ്റെ ദൈവമേ എനിക്ക് പകുതിയായപ്പോൾ പോരാൻ തോന്നിയതാന്നൊക്കെ. അപ്പം അത് ചൊല്ലി തീർന്നു കഴിഞ്ഞപ്പോൾ ആൾ ഞാൻ നോക്കി പിച്ചാൻ കൂടെ സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല എനർജി ആയിട്ട് പോകുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, സെമീന ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ഞാൻ പോയി ഒന്ന് ഇച്ചിരി ഒരു കുർബാന ചക്കര ഒന്ന് കൂടിയിട്ട് പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് പോയേ. അപ്പോൾ പള്ളിക്കകത്ത് ചെന്നപ്പോൾ ഞാൻ വീഡിയോ ആദ്യം എന്നെ ഒന്ന് നോക്കി, അത് കഴിഞ്ഞിട്ട് മൈൻഡില്ലാതെ തിരിഞ്ഞങ്ങിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി നേരം മുട്ടലങ്ങ് നിന്ന് പ്രാർത്ഥിച്ചിട്ട് എണീറ്റിട്ട് ഞാൻ വീഡിയോ എടുത്തു. വീഡിയോ അച്ഛൻ്റെ ആ ഇതും എൻ്റെ ആൾക്കാരെ എല്ലാം കൂടെ ഞാൻ വീഡിയോ എടുത്തു. അപ്പോഴത്തേക്കും മനസ്സിലായി ഞാനാണെന്ന്. നമ്മുടെ ക്യാമറ ട്രിക്കല്ലേ, നമ്മളിങ്ങനെ വെളുത്ത് തൊടുത്ത് ചുമന്നൊക്കെ ഇരിക്കുന്നവണൊക്കെ നമ്മൾ ക്യാമറയ്ക്കകത്ത് ഒരു ലേശം ഫിൽറ്ററൊക്കെ ഇട്ടല്ലേ വീഡിയോ എടുത്തത്. അപ്പം നേരിട്ടുള്ള രൂപ കണ്ടപ്പോൾ ഇത് തന്നെയാണോ എന്ന് നമ്മുടെ സ്വപ്നക്കുട്ടിക്ക് സംശയം തോന്നി. അപ്പോൾ സ്വപ്ന എന്നായിരുന്നു ഉള്ളവർ, തിരുവനന്തപുരംകാരാണ്. പക്ഷെ അവരുടെ ഫാമിലി എല്ലാം കൂടിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ സ്വപ്നയെ മാത്രമേ പരിചയപ്പെടാനും കാണാനും പറ്റുള്ളൂ. ഓടി എണീറ്റ് വന്നിട്ട് പറഞ്ഞു, സിന്ധുബേ ഞാൻ 3-4 പ്രാവശ്യം സിന്ധുബ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിപ്പോൾ നോക്കി ആളാണോ എന്ന്. പക്ഷെ എനിക്ക് ഉറപ്പിച്ചങ്ങ് ഇതാകാത്തതുകൊണ്ട് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് സംസാരിക്കണോ മിണ്ടണോ, മിണ്ടി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അറിയാം, എന്തെങ്കിലും ഇതായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി അതാ ഓടി വന്നതെന്ന് പറഞ്ഞേട്ടാ. അപ്പം 3 ഫാമിലിയെ വേളാങ്കണ്ണി വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. മാതാവ് എല്ലാ നന്മകളും വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടോ 3 ഫാമിലിക്ക് വേണ്ടിയിട്ടും. ഒത്തിരി സന്തോഷം. കാരണം നമ്മൾ ഏത് ലോകത്തിൻ്റെ ഏത് കോണി ചെന്നാലും ഇപ്പം നമ്മളെ അറിയുന്ന ഒരു വ്യക്തിയെങ്കിലും കാണും എന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷമല്ലേ. ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പം ഇൻഡോറൊക്കെ നമ്മളെ അറിയാവുന്ന ആളാണോ? ഇൻഡോറിൽ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് ഞാൻ എൻ്റെ പിള്ളേർ കൊണ്ടുപോയപ്പോൾ കൂട്ടി വരും ഒരു സിസ്റ്റർ, അയ്യോ സിന്ധുമേലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഏതൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടോ അവിടെ എല്ലാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോയമ്പത്തൂർ ചെന്നപ്പം അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയാലോ. അയ്യോ എനിക്കിട്ട് റീന തല്ലിക്കൊല്ലും. മുരുകൻ്റെ ഒരു ക്ഷേത്രമാണ് മരുതമല അമ്പലത്തിൽ ചെന്നപ്പം ഇതേപോലെ തന്നെ വിയർത്ത് കുളിച്ച് മടുത്ത് ഞാനും വിഷ്ണു അമ്മും കൃഷ്ണമോളും അച്ഛനും കൃഷ്ണമോളും ഒക്കെ ഇങ്ങനെ നിൽക്കുക. അയ്യോ സിന്ധുമല്ലേ എന്ന് ചോദിച്ചു ഓടിയത്. അപ്പം ഞാൻ ഇച്ചിരി എന്നെ അറിയത്തില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഏതൊക്കെ ദൂരസ്ഥ നാട്ടിലൊക്കെ ഈ ചാനൽ തുടങ്ങി കഴിഞ്ഞ് പോയോ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഓരോ മനുഷ്യരെങ്കിലും എന്നോട് വന്ന് മിണ്ടുകയും സംസാരിക്കുകയും എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിച്ച് എന്നെ ചേർത്ത് പിടിച്ച് വരുന്ന ഓരോ ഫാമിലിയിലും കാണുക കേട്ടോ. ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണത്, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം അത് പറയാൻ വിട്ടുവിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്വപ്നക്കുട്ടിയെ കണ്ടത്. സ്വപ്നക്കുട്ടി ഇറങ്ങി വന്നു, പുറത്ത് വന്നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പം മറ്റേ ചേച്ചിമാരെ ഇന്നടത്ത് അവർ എല്ലാവരും ഇതിനകത്തുമായിരുന്നു, പള്ളിക്കകത്തുമായിരുന്നു. ഇറങ്ങി വന്ന് പുറത്തൊക്കെ നല്ല പൂക്കളൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, സിന്ധുമേ ഇതൊരിപ്പോൾ ഒരു ദേവാലയമാണ്, ഒരു പരിശുദ്ധമായ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഞാൻ സിന്ധുമയോട് ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചാൽ, എന്നാ മോനെ തളർത്താൻ ആളുണ്ടാവും, പിന്നെ തളർന്ന് വീഴും, തളർത്താൻ ആളുണ്ടാവും. പക്ഷെ ജീവിക്കേണ്ടത് നമ്മളാണ്. ഒരിക്കലും നമ്മൾ തളരാൻ പാടില്ല. ഉയർത്തെഴുന്നേറ്റോണം തന്നെ സിന്ധുമ്മ ജീവിക്കണം. സിന്ധുമ്മയുടെ ജീവിതം ഇപ്പോൾ ശരിക്കും അങ്ങനെ തന്നെയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. ശരിക്കും എനിക്ക് സിന്ധുമ്മയാണോ എന്ന് 2 പ്രാവശ്യം ഡൗട്ട് തോന്നി സത്യം പറഞ്ഞാൽ. എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വന്ന് സിന്ധുമ്മയോട് സംസാരിച്ചത്. അതുകൊണ്ട് തളർത്താനും തകർക്കാനും ഒക്കെ പലരും ഉണ്ടാവും. പക്ഷെ സിന്ധുമ്മ ഒരിടത്തും തളർന്നു പോകരുത് കേട്ടോ. അത് അപ്പോൾ ആ പൊന്നുമോളോട് വലിയ പ്രായമൊന്നും ഇല്ല കേട്ടോ, കൂടിപ്പോയ ഒരു 10-28 വയസ്സ് കാണുമായിരിക്കും. അപ്പോൾ ആ പൊന്നുമോളോടും ഒത്തിരി സ്നേഹം തോന്നി കേട്ടോ.
അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണിയാകാൻ പോകുന്നു, ഞാൻ അരിയാട്ടി വെച്ചിട്ടില്ല. നാളെ നമ്മുടെ കിങ്ങിണിക്കുട്ടി ഒക്കെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പ്രാവശ്യം അമ്മ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അതെന്താന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇച്ചിരി അരിയൊക്കെ ആട്ടി വെക്കണം. പിന്നെ വൈകിട്ടത്തേന് ഇപ്പം ചേട്ടായി വരുമ്പോഴത്തേനും ഇച്ചിരി അല്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയാൽ അടുക്കളയിലോട്ട്. നമ്മുടെ എന്നാ പറയുന്നത്, നമ്മുടെ ഒരു മെയിൻ ഏരിയ അല്ലേ നമ്മുടെ കിച്ചൺ, പോകാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല സന്തോഷപ്രദമായ ഒരു ഹാപ്പി വീഡിയോ ആയിരിക്കും. ആരും മിസ് ചെയ്യാണ്ട് ഓടിപ്പിക്കണ്ട കേട്ടോ. ഇന്നുണ്ടല്ലോ ഇപ്പം വൈകിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേനും കറി വെക്കാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഫ്രിഡ്ജിനകത്ത് ഇരിപ്പില്ല. അപ്പം ഞാൻ നമ്മുടെ തോട്ടത്തിലോട്ട് അങ്ങ് ഇറങ്ങി, നമ്മുടെ ഏതൻ തോട്ടത്തിലേക്ക്. നമ്മൾ എന്താണ് ഒരു കാതാരിയാണ് സ്വന്തമായിട്ട് നട്ടു പറിക്കുമ്പോൾ ഒരു ഇച്ചിരി അഹങ്കാരം എന്താണോ ഇച്ചിരി തള്ളുമൊക്കെ നമുക്ക് തള്ളത്തില്ലേ. അപ്പം എന്തായാലും ഇത്രയും ബീൻസ് കിട്ടി. മെഴുക്കുവരട്ടുണ്ട്. തേങ്ങ ഞാൻ അപ്പത്തിന് ചിരണ്ടി വെച്ചത്. അപ്പോൾ അതിനകത്ത് തേങ്ങ കുത്തി വെച്ചു, കറിവേപ്പില എടുത്തുകൊണ്ട് വെച്ചു. ഇനി ഇവനെ എല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കണം. പച്ചമുളക് എടുത്തില്ല. ആദ്യം ഞാൻ ഓർത്തു അരി അരച്ച് വെച്ചിട്ടാവട്ടെ, അല്ലെങ്കിൽ രാവിലെ നമ്മുടെ ഇവിടുത്തെ തണുപ്പ് കാരണം പൊങ്ങാനായിട്ട് താമസമാവും. അപ്പോൾ നമുക്ക് ഇവനെയൊക്കെ ഒന്ന് റെഡിയാക്കാവേ. നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ ഇവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചു കണ്ടോ. ചേട്ടായിക്ക് ഇന്ന് വലിയ കറികളൊന്നും വലിയ കാര്യമായിട്ടില്ല, അതുകൊണ്ട് കേട്ട് ബുൾസ ഉണ്ടാക്കി കൊടുത്തേക്കാതെ ഓർത്തു. ഉപ്പും കുരുമുളക് പൊടി ഇടണം. പിന്നെ കുമാരിച്ചി മീൻകറി കൊണ്ടു തന്നായിരുന്നു, അയലക്കറി. അത് ഞാൻ ചൂടാകാൻ വേണ്ടി ചോറിൻ്റെ കാലത്തിന് പുറത്ത് വെച്ചാൽ താഴെ എന്താണെന്നറിയാം, മാവും ചൂടാകണം, ചോറിൻ്റെ മണ്ടയിൽ മീൻകറിയും വെച്ചാണ് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ടെക്നിക്ക്. അപ്പോൾ നമ്മുടെ വയറായതുകൊണ്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് കേട്ടോ അതിന്. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടി ഉപ്പ് പൊടിയും കൂടി ഇട്ട് വെക്കട്ടെ. ഇന്നപ്പം എന്തേ മക്കൾ വരുന്നത് പ്രമാണിച്ച് മേടിച്ചേക്കുന്നത് എന്നാണെന്നറിയോ, ചൂര അമ്മൂന് ഭയങ്കര ഇഷ്ടമുള്ള ചൂര മീൻ ചുമന്ന കറി. എന്നാൽ അത് മേടിച്ച് കറി വെച്ചേക്കാന്ന് ഓർത്തുകൊണ്ട് ഒരെണ്ണം മതി സാവുചേട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് സാവുചേട്ടൻ്റെ അത് 1.25 കിലോ ഉള്ളടി വെച്ചാൽ 300 രൂപയേ ഉള്ളൂ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് നേണ്ട തന്നു കിട്ടും. അപ്പം ഞാൻ ചുമ്മാ കുഞ്ഞുമത്തി അടപ്പം ചോദിച്ചു വില എത്രയാണ്. അത് 1.25 കിലോ 100 രൂപ. കവറെടുത്തു. അയ്യോ ഞാൻ വില ചോദിച്ചോളൂ, വേണ്ട എനിക്ക് ഇതെല്ലാം കൂടെ വെട്ട് റെഡിയാക്കാൻ ഉത്തരം നേരം നിൽക്കാൻ പാടാ, വേണ്ട മതി എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ പൊന്നെ നിങ്ങൾ ഈ പിള്ളേരിങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നാ ചെയ്യും, ഇങ്ങോട്ട് അടുക്കി ചേട്ടാ കവറെന്ന് പറഞ്ഞു. കൂടെ ഒരു ചേട്ടനും കൂടെ ഉണ്ട് എടുത്തു തരാനായിട്ടേ. ഇതേ മത്തി. ഇന്നിനി എനിക്ക് എത്ര നേരത്തെ പണിയായെന്നറിയാവോ. അപ്പോൾ ഈ അവർ പെരുമ്പാവൂരം കണ്ടെത്തിയെന്നാണ് പറഞ്ഞത്. ഇപ്പം വിളിച്ച് ഞാൻ ചോദിച്ചപ്പം ഉച്ചയ്ക്കത്തേന് ഫുഡൊന്നും വേണ്ടമ്മേ, വൈകിട്ടത്തേന് മതിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 1 മണിയായി. അപ്പോൾ ഇനി ഞാൻ ഇതിനെയൊക്കെ ഒന്ന് വിട്ട് റെഡിയാക്കട്ടെ. കൊച്ചു വന്ന് അന്നേരം ചേട്ടായിക്കും ചേച്ചിക്കും ഒക്കെ ഓറഞ്ചൊക്കെ കൊണ്ട് കൊടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അതെ ചിന്നു അമ്മ ഇതെന്ത് ചെയ്യാൻ പോവാ? ആ അപ്പത്തിന്റെ ഒരു ഇച്ചിരി കൊടുത്ത് അവളും ചിലപ്പോൾ തിന്നോളും. കട്ടൻ ചായ മുക്കി കൊടുത്ത ഇച്ചിരിയും കൂടെ ഇഷ്ടമായിരിക്കും. ഞാന് പൊട്ടിക്കാന്ന് അമ്മ പൊളിച്ചു തരാം. അദ്ദേഹത്തെ എല്ലാം ആക്കല്ലേ. ഇതിന് ചക്കപ്രാന്താട്ടാമേ, ചക്കപ്രാന്ത. ഇതിന് വഴിയെ കാണുന്ന ചക്കമരത്തെ എല്ലാം നോട്ടമായിരുന്നു. അവൻ അങ്ങനെ ഇങ്ങനെ ഒരു സാധനം തിന്നത്തില്ല ഗൈസ്. അവൻ അല്ലാണ്ട് തിന്നുന്നില്ല കണ്ടപ്പോഴേ തോലി കളഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുക. ജാനിക്കുട്ടി എന്റെ പൊന്നെ ഓട്ടും ആട്ടോ 4 കാലം പറിച്ച്. വീഴുന്ന ലക്ഷണം എനിക്കും തോന്നുന്നുണ്ട്. ഞാൻ വന്നിട്ട് എന്റെ മമ്മീനെ കാണാൻ കിട്ടുന്നില്ലല്ലോ. ഫുള്ള് ഭയങ്കര തിരക്കായിരുന്നു. ആഴ്ചയിൽ ഒന്നൊക്കെ ഞങ്ങൾ രണ്ടും തന്നെയുള്ള അലക്കും പുറക്കൊക്കെ. അപ്പൊ ഇന്ന് അലക്കും പരിപാടിയൊക്കെ. അതിനിടെ ഞാൻ സാവിച്ചാൻ്റെ അടുത്ത് മീൻ മേടിക്കാൻ പോയി. സാവിച്ചാനും ചെന്ന് കഴിഞ്ഞാ എങ്ങനെയെങ്കിലും ഒന്ന് തീർപ്പിക്കാൻ തോന്നുന്നു. മത്തി ഇത്രയോളം ഞാൻ എടുത്തു വെച്ചു വെട്ടി. പിന്നെ ഇത്ര ഇരിക്കുന്നു 100 രൂപയ്ക്ക്. ആണോ? അപ്പൊ കൂടുതലാണല്ലോ. നല്ല ഫ്രഷ് മത്തിയല്ലേ? നല്ല മത്തി. അതോ നല്ല കല്ലുകൊണ്ട് കഴിക്കുന്നത്. കുഞ്ഞു മത്തിയാ. നല്ല അടി വെച്ച ഞാൻ പറഞ്ഞു ഇത് മൊത്തം ഇത്രയും സമയം ഇന്ന് വെട്ടാൻ പറ്റത്തില്ല എനിക്ക് സാവിച്ചേട്ടാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പിള്ളേർക്ക് പറ്റത്തില്ലേ? കൊള്ളാലോ നിങ്ങളൊന്നും. എന്നിട്ട് കൊണ്ടുകൊള്ളാൻ പറഞ്ഞ് തന്നു വിട്ടാ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് എന്റെ മകന് മത്തിക്കറി വെച്ച് കൊടുത്തപ്പോ സൂപ്പറാന്ന് പറഞ്ഞോണ്ട് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഇവര് യാത്ര കഴിഞ്ഞ് വരുമ്പോഴൊക്കെ എന്നും ഈ ഇറച്ചി എപ്പോഴും എന്നാ ഇന്ന് ഞാൻ ഓർത്ത് മീൻകറിയും വെച്ച് മീൻ വറക്കുകയും ചെയ്യാം.
മത്തിക്കറിയും അതാകുമ്പോ കുശാൽ ഫുഡ്. മത്തി വറുത്തും ചെയ്യാം. ചേട്ടായി ഇപ്പോഴും വിളിച്ചു ചോദിച്ചു ഇവര് വരുവാന്ന് സംശയമോ ചേട്ടായിക്ക്. ഈയിടെ അല്ല വന്നിട്ട് പോയേടി. അപ്പൊ ഞാൻ വരുമെന്നാ പറഞ്ഞേക്കുന്നതല്ലോ. ഇപ്പൊ വിളിച്ചിട്ട് ചോദിച്ചു വല്ല ഇറച്ചിയോ വല്ലതും കൊടുത്തു വിടണോന്ന്. വേണ്ടേ ചതിക്കല്ലേ. പക്ഷെ ഇപ്പൊ ഇങ്ങനെയുണ്ടല്ലോ, ഞാൻ അപ്പം കൊടുത്തപ്പോ എന്നോട് പറയാ ഇച്ചി തരാം ഇന്ന് വരെ വന്നിട്ട് ചോദിക്കാതെ ഇല്ലാത്തതില്ല. പക്ഷെ ഇല്ലാത്ത ദിവസം ഇറച്ചി ഇല്ലാത്ത ദിവസം അവള് ചോദിക്കും. അതാണ് അവള്. ദേ വരുന്നുണ്ട് ഇനി മത്തി ഇപ്പൊ ഇന്നമ്മേനെ വിളിക്കുക കേട്ടോ. ഞാൻ വരൂല്ലാന്ന്. ഞാൻ വിളിക്കുമ്പോ എന്നോട് പറയും ഞാൻ വരൂല്ലാന്ന്. കണ്ടാ അണ്ടേ നാളെ ചെല്ലാൻ. ആ അമ്മ കണ്ടു ഇന്നമ്മേനെ അമ്മ കണ്ടടി. ഓ എൻ്റെ പൊന്നേ, എന്നെ അവരുടെ അങ്ങോട്ട് വീഡിയോ കോൾ വിളിച്ചാൽ അവരുടെ ഫാനും ഭിത്തിയെല്ലാം എന്നെ കാണിക്കും. ഊഞ്ഞാല വെച്ച് തല കറങ്ങി ഇട്ട പൊത്തും താഴെ കിടക്കും. ഈ പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ, ഇപ്പൊ പോയിട്ട് ഒരു 10 ദിവസമായതേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വന്നതിൻ്റെ ഡബിൾ ഇരട്ടിയായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. മേളാങ്കിക്കുന്നുണ്ട്. എനിക്ക് പേടിയായി ഇവള് ഓടുന്ന നോക്കുകയാണെപ്പോഴേ വല്ല വീഴുവോ. പ്രത്യേകിച്ച് എനിക്ക് പെൺപിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണോ അതിന് ദൈവം അറിഞ്ഞറിഞ്ഞറിഞ്ഞ് എനിക്ക് എല്ലാ പെൺപിള്ളേരെയാണ് തന്നേക്കുന്നത്. പെൺപിള്ളേരെയാണ് തന്നേക്കുന്നത്. പെൺപിള്ളേര് ഒരു ഇത് തന്നെയാണ് അല്ലേ. എന്നാണേലും കൊള്ളാം. എന്റെ ദൈവമേ, സുന്ദരിയായിട്ട് നടത്താം. അയ്യോ തല മുട്ടി. ഇതാ കറക്കി വിടരുത്. അത് കറക്കാനുള്ള സാധനമല്ല, കേറി ഇരുന്നിട്ട് ആടാനുള്ള സാധനമാണ്. തല മുട്ടിയോ? കേറി ഇരിക്കണം, എന്നിട്ട് മോൻ ആടണം. മോൻ കേറി ഇരി, അമ്മ ആട്ടും. തലയൊന്നും മുട്ടാതെ കേറി അന്നെ ആട്ടിയാ പിന്നെ വന്ന് തലക്കിട്ടും മോന്തക്കിട്ടും ഇടിക്കും. കൊച്ചു കയറിയിരി. കൊച്ചു കയറ്റി ഇരുത്തടി. ഇരുത്തടി കൊച്ചിനെ വന്ന്. എന്ത് ദൈവമേ, ഈയിടെയൊക്കെ ഞാനേ മരിച്ചിടക്കിനൊക്കെ പോയേ. അപ്പോഴൊക്കെ ആൺപിള്ളേരും ഉണ്ട് 2-3 പെൺപിള്ളേരും ഉണ്ട് 2-3 വീടുകൾ. ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചേ, പെൺപിള്ളേരാണെങ്കിൽ അപ്പം ചേത്താലും അമ്മ ചേത്താലും ഒക്കെ കരയും. അതുകൊണ്ട് എനിക്ക് എനിക്ക് പെൺപിള്ളേരെ ഇച്ചിരി കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. എന്നാന്ന് അറിയത്തില്ല. ഭയങ്കര ഇഷ്ടമാ. ഊഞ്ഞാലാട്ടോ ഊഞ്ഞാലാട്ടോ. അപ്പം ഇത്രയും നേരം മക്കളെ കാത്തിരുന്ന് മക്കൾ വന്നിട്ടുണ്ട്. മക്കള് പുറത്ത് അവർ ഇന്നമ്മേനെയൊക്കെ ഫോൺ വിളിക്കുകയും പരിപാടിയൊക്കെ കേട്ടോ. അപ്പം ഞാൻ തന്ന വീഡിയോയ്ക്ക് ഒരു വൈൻഡപ്പ് കൊടുക്കാന്നേ. അപ്പം ഇന്ന് പകലുണ്ടല്ലോ, ഞാൻ വേളാങ്കണ്ണിക്കൊക്കെ പോയിട്ട് വന്നതിൻ്റെ ഇതുകൊണ്ട് കുറേ അധികം ആൾക്കാർ എൻ്റെ വിശ്വാസമൊക്കെ ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഒരു ഇത് തോന്നുന്നു സിന്ധോമ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും അതിനകത്ത് 1-2 പേരെന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കടമറ്റത്ത് കത്തനാരെ എല്ലാവരും ഓർക്കുന്നുണ്ടോ അച്ഛൻ്റെ? അപ്പം ഒരു യക്ഷീനെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ട് ഒരു മനയിലോ അമ്പലത്തിലോ അവിടെ എവിടെയോ കൊണ്ട് യക്ഷീനെ തറച്ചതും അങ്ങനെയൊക്കെയുള്ള കഥകളും കാര്യങ്ങളൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മറന്നു പോയിട്ടുണ്ട്. കടമറ്റത്ത് കത്തനാരുടെ ഞങ്ങൾ ഇന്നും കാണുമായിരുന്നു TV-യിൽ. പണ്ടല്ലേ, ഒത്തിരി നാളായില്ലേ. അപ്പം അവിടെ ഒന്ന് പോകണം സിന്ധുമേ. അവിടെ നല്ല ഭയങ്കര അത്ഭുതം എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. അപ്പം അവിടെ പോകുന്ന വഴിക്ക് നമുക്ക് പനച്ചിക്കാവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അവിടെ പരിസരത്തൊരു അമ്പലമുണ്ട്. എവിടെ അത് മാന്നാറാന്ന് ഒരു ഏരിയയാണ്. അപ്പം ഈ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു തിരുമേനി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. തിരുമേനിയുടെ അടുത്ത് ഒത്തിരിയും എന്നാ പറയുന്നത് ഒത്തിരി വലിയ ആൾക്കാരൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുകയും നല്ല ഗുണങ്ങളൊക്കെ പറഞ്ഞു തരുകയൊക്കെ ചെയ്യുന്ന ഒരു തിരുമേനിയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ആ തിരുമേനിയുടെ അടുത്ത് എന്നോട് പറഞ്ഞു, അമ്മ സിന്ധുമായി പറ്റുമെങ്കിൽ ആ തിരുമേനിയുടെ അടുത്ത് ഒന്ന് പോകണമെന്ന്. തിരുമേനി രാത്രി 12 മണിക്ക് ശേഷം 3 മണി വരെ എങ്ങാണ്ടൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ നോക്കി പറയുകയും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. വലിയൊരു മനയോ അങ്ങനെ കാര്യങ്ങൾ എന്തോ ആണെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പം പ്രശസ്തി ആർജിച്ച പേര് കേട്ട ഒരാളാണെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്ന് വിളിച്ച 2 പേരിൽ ഒരാൾ ആവശ്യപ്പെട്ടു ഇവിടെ പോകണമെന്ന്. കടപ്പുറത്ത് കത്തുന്ന ആരുടെ പള്ളി അത് മലയാറ്റൂരല്ലോ. എന്തോ എന്നോട് സ്ഥലപ്പേര് പറഞ്ഞിരുന്നു കേട്ടോ, ഞാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകണമെന്ന് ഒരു മോള് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഈ തിരുമേനിയുടെ അടുത്തുനിന്ന് പോയ കാര്യങ്ങളൊക്കെ പറയും, നല്ലതാണ്. അവിടെ ഒത്തിരി ഫിലിം സ്റ്റാറും ഗായകരും ഒക്കെ വന്ന് തിരുമേനിയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പം നമ്മളൊരു വീട് വെക്കുന്നു, അപ്പം വാസ്തുവിൻ്റെ ഒരു ഇതൊക്കെ നോക്കണമല്ലോ. അല്ലാതെ ഏതൊരു മതസ്ഥരാണേലും അതൊക്കെ നോക്കിയിട്ട് തന്നെ വീട് വെക്കത്തുള്ളൂ അല്ലേ.
അപ്പം സ്ഥാനം നോക്കുന്നതിൻ്റെ അങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾക്കും ഇങ്ങനെ കുഞ്ഞു ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്നോട് ആ മോള് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലോർത്തു ആ തിരുമേനിയുടെ അടുത്ത് ഒന്ന് പോയി നമുക്ക് നല്ല സമയമാണോ ഇതൊക്കെ അത് ദൈവമാണ് തീരുമാനിക്കുന്നത് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നമുക്ക് ഒരാളുടെ ഒരു കുറച്ച് അറിവുള്ള അല്ലെ പഠിത്തത്തിൻ്റെ ഒരു ഇത് വെച്ചാണല്ലോ ആൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പോകണം എന്ന് ആഗ്രഹിച്ചൊക്കെ ഇരിക്കുന്നു. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നല്ല അവിടുത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്നോട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആ പരിസരത്തൊക്കെ ഉള്ളവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനൊരു വില കൊടുക്കണമല്ലോ അല്ലേ. അപ്പം കുറേ അമ്പലങ്ങളും പള്ളികളും ഒക്കെ സന്ദർശിക്കണം, എന്നാ പറയുന്നത് അനുഗ്രഹങ്ങളൊക്കെ മേടിക്കണം, നമ്മുടെ പാവങ്ങളൊക്കെ ഇറക്കി വെക്കണം. നമ്മൾ വലിയ പാവിയാണോ അത് ഒരു വലിയ ഭാവി ആയതുകൊണ്ട് നമ്മുടെ വാകളൊക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന സ്ഥലം ദൈവത്തിൻ്റെ സന്നിധിയാണ്. അപ്പം അങ്ങനെയൊക്കെ കുറേ അമ്പലങ്ങളിൽ കൂടെയും പള്ളികളിൽ കൂടെയും ഒക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ 2 സ്ഥലങ്ങളിലും ഞാൻ പോകുന്നതായിരിക്കും. അപ്പോൾ ആ മോള് പറഞ്ഞ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനച്ചിക്കാവെന്നാണ് തോന്നുന്നു കേട്ടോ. പനച്ചിക്കാവ് ക്ഷേത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇവിടുത്തേത് മുണ്ടക്കയത്തൊരു ക്ഷേത്രം ഉണ്ടല്ലോ, അയ്യോ അതിൻ്റെ പേര് മറന്നുപോയി. അതെ മറന്നു. അപ്പം ഇത് പനച്ചിക്കാവ് ക്ഷേത്രം എന്നാണ് പറഞ്ഞത്. ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തെങ്ങാണ്ടാണ് നവ്യ നായരുടെ ഒക്കെ വീട്, നവ്യ നായരുടെ ഹസ്ബൻഡിൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒത്തിരി പ്രശസ്തരൊക്കെ വന്ന് ആ തിരുമേനിയെ കാണുന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയൊരു ആഗ്രഹമൊക്കെ പൊട്ടി മുളച്ചിട്ടുണ്ട് ആ തിരുമേനിനെ ഒന്ന് കണ്ടു കളയാന്ന്. അപ്പം നമുക്കും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ലതാണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. അപ്പം പിന്നെ കിങ്ങിണിമോൾ വന്നതിൻ്റെ പിന്നെ താർപ്പും വിളക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതലും ആ ബെൽ ബട്ടനോട് ഒന്നിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.